വരൂ അച്ഛാ. വാ കവിതേ. വിമല, ആ, വീട് നല്ല മനോഹരമാണല്ലോ. മുംബൈ പോലത്തെ നഗരത്തിൽ ഇത്രയും വലിയ വീടുണ്ടെങ്കിൽ അത് വലിയ കാര്യം തന്നെയാ. ഇതൊക്കെ ഉണ്ടായത് എന്റെ അച്ഛൻ ഒരാള് കാരണം. താങ്ക് യു അച്ഛാ. അച്ഛനാ എനിക്ക് ഈ വീട് വാങ്ങി തന്നെ. അയ്യോ മറന്നു, നിങ്ങൾ എന്നാ പോയിട്ട് കുളിച്ച് റെഡിയാവ്. ഞാൻ മാർക്കറ്റിൽ പോയി പച്ചക്കറി വാങ്ങിച്ചോണ്ട് വരാം. കേട്ടല്ലോ? ശരി. അച്ഛന് ചെന്ന് കുളിച്ച് റെഡിയായിക്കോ. ആ പിന്നെ ഞാൻ നിന്റെ ജോലിക്കാരി ഒരാളോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ചിലപ്പോ ഇങ്ങോട്ട് വന്നേക്കാം. മനോജ് എന്നാ പേര്. ഓക്കെ, എന്നാ നീ നോക്കോ. ഹായ്, നിങ്ങളാരാ? എൻ്റെ പേര് മനോജ്. വിമലാജി വീട്ടിലുണ്ടോ? ഇല്ല. നിങ്ങൾ വിമലാജിയുടെ അച്ഛനല്ലേ? അതെ. അത് പിന്നെ അവരുടെ അടുത്തൊരു കാര്യം പറയണം. ആഹാ മനോജ്, നന്നായി നീ വന്നത്. നിന്നെ വിളിക്കാനിരിക്കായിരുന്നു. എന്താ ഇവിടെ നിന്നളഞ്ഞ്? കേറി വാ, വന്നിരിക്കച്ചാ. ഞാൻ അവിടെ ഫാക്ടറി പറഞ്ഞിട്ടുണ്ട്, നാളെ അവിടെ വരെ ഒന്ന് പോകേണ്ട പണിയുണ്ടാവും. ഓ അത് ശരി. അതെ കവിത, ഇതാണ് മനോജ്. മനോജ്, ഇവളുടെ ജോലിയെ കുറിച്ചാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. നമസ്കാരം. നമസ്കാരം. ശരി, എന്നാ ഞാൻ ഇറങ്ങുവാണ്. അപ്പോഴേക്കും പോന്നോ? ചായ കുടിച്ചിട്ട് പോയാ പോരെ? ഇല്ലല്ല, ഇപ്പൊ കുറച്ച് പണിയുണ്ട്. ഞാൻ പിന്നെ വരാം. നാളെ കാണാം. പിന്നെ നിങ്ങൾ രാവിലെ റെഡി ആയിട്ടിരിക്കണേ. ശരി. എന്നാ ഞാൻ ഇറങ്ങുവാണ്. ബൈ. നമസ്കാരം. ബൈ. താങ്ക് യു സർ. ഞാൻ ഇറങ്ങുവാണ്. കവിത, ഞാൻ നിന്നെ എപ്പോ തൊട്ട് വിളിക്കാം? കവിത, ഞാൻ നിന്നെ എത്ര നേരായിട്ട് വിളിക്കാ? പറയാ. എന്തുപറ്റി? നിനക്കെന്താ പറ്റിയേ? കുഴപ്പമൊന്നുമില്ലല്ലോ. നീ എന്താ ആലോചിക്കുന്നേ? എന്താ ആലോചിക്കുന്നേന്ന് വെച്ചാ, ജീവിതത്തിൽ ഇനി എന്തൊക്കെ രൂപങ്ങൾ കാണേണ്ടി വരും? ഒറ്റയ്ക്ക് എങ്ങനെയാ ജീവിക്കുന്നേ? അദ്ദേഹത്തിന്റെ ഓർമ്മകൾ വരുന്നു. കവിത, നോക്ക്, എന്നെ നോക്ക്. എന്റെ ഡിവോഴ്സിന് ശേഷം ഞാനും ഒറ്റയ്ക്ക് ജീവിക്കുന്നില്ലേ? അതിനാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നിനക്ക് ജീവിതത്തിൽ ഒരുപാട് മുമ്പോട്ട് പോവാനുണ്ട്. അതിനിടയ്ക്ക് ആരെയും കിട്ടിയാലോ? അറിയില്ല എനിക്ക്. നിക്ക്, നിന്റെ ഈ വിഷമം മാറ്റാനുണ്ടല്ലോ ഒരു മരുന്നുണ്ട് എന്റെ കയ്യില്. ഞാൻ ഇപ്പൊ വരാം. എവിടെ പോവാ? നിക്ക്, വരാം. ഇതെന്താ? ഇതാണ് നിന്റെ വിഷമം മാറ്റാനുള്ള ഞാൻ പറഞ്ഞ മരുന്ന്. ദാ, ഇത് കുടിക്ക്. നിന്റെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ മറന്നുപോകും. വിമല, ഇത് ചാരായാണ്. അതിനെന്താ? നീ എന്ത് കരുതി? എന്റെ ഭർത്താവായിട്ടുള്ള എന്റെ ഡിവോഴ്സ് കഴിഞ്ഞ ശേഷം
അദ്ദേഹത്തെ ഞാൻ എങ്ങനെയാ മറന്നേ? നിനക്കും എല്ലാം അറിയോ? ഇത് മാത്രമായിരുന്നു എന്റെ കൂട്ട്. വേഗം കുടിക്ക്. പക്ഷെ വിമല, ഇത് തെറ്റാണ്. എന്തോന്ന് തെറ്റ്? നിനക്കെന്താ പ്രാന്താണോ? നമുക്ക് സംഭവിച്ചത് എന്താണോ അതാണ് തെറ്റ്. വേഗാവട്ടെ, കുടിക്ക്. ഇതെന്താ ചെയ്യുന്ന നീ? ചെറുതായിട്ടൊന്ന് ബഹുമാനിച്ചതാ, വേറൊന്നുമല്ല. നീയും ചെയ്യേ. ആ ചെയ്യാം. പതുക്കെ. അച്ഛൻ എഴുന്നേറ്റ് വരും. മണ്ടി കുടിക്കേ. കുടിച്ചോ. എങ്ങനെയുണ്ട്? കൊള്ളാലോ. എനിക്കറിയായിരുന്നു. ഇനി കണ്ടോ. വെള്ളം വേണ്ടല്ലേ? ദാ. ചിയേഴ്സ്. കവിത, എന്റെ ഡാർലിംഗ്, എന്റെ അടുത്തേക്ക് വാ. ദേവേദ് എന്റെ അടുത്തേക്ക് വാ. എന്നെ കെട്ടിപ്പിടിക്കേ. എന്നാ ശരി, എനിക്കൊരു ചെറിയ ജോലിയുണ്ട്. നീ മനോജിന്റെ കൂടെ ഫാക്ടറിയിൽ ചെന്ന് സംസാരിക്കേ. കേട്ടല്ലോ? ശരി. മനോജ് ഇവളൊന്ന് സൂക്ഷിച്ചു കൊണ്ടുപോണേ. ഓക്കെ. നീ സൂക്ഷിച്ചു പോയിട്ട് വരണം. ആ ശരി. ബൈ. ബൈ. ബൈ മനോജ്. ബൈ. ഞാൻ നിങ്ങളോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ കാരണം എനിക്ക് ജോലി കിട്ടിയത്. നിങ്ങളുടെ ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ഇതിലെന്താ നന്ദി പറയാനുള്ള? വിമല എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് ഞാനിത് ചെയ്തു. എനിക്കറിയാം, വിമല അത്ര എളുപ്പത്തിലൊന്നും ആരുടെയും പേര് പറയത്തില്ല. അങ്ങനെ പറഞ്ഞാൽ അവർക്കൊരു പ്രത്യേകത ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്ന് നേരത്തെ ആണല്ലോ. ഇപ്പൊ വീട്ടിലാണെങ്കിൽ ആരുമില്ല താനും. ദൈവത്തിന് എന്നോട് ഭയങ്കര കരുണയാണ്.
എന്തിനാ നിനക്ക് ഇത്രയും പേടി? അദ്ദേഹം എണീറ്റ് വരുമെന്ന് പറഞ്ഞാ? നീ പറയുന്നൊക്കെ കേട്ടാ എനിക്ക് ചിരി വന്നിട്ട് മേലറിയാവോ? ഏയ് ഒന്നുമില്ല, എന്തിനാ പേടിക്കുന്ന നീ? ഒരു കാര്യമുണ്ട്, ഇന്ന് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അച്ഛൻ നിങ്ങളോ? അച്ഛൻ എന്തെങ്കിലും വേണോ? ആ അതെ, എന്താ വേണ്ടത്? സ്നേഹം. എനിക്ക് മനസ്സിലായില്ല. ആ സ്നേഹം നീ മനോജിനോട് കാണിച്ചില്ലേ? അച്ഛാ, അച്ഛാ, അച്ഛൻ നിങ്ങൾ എന്താ ചെയ്യുന്നേ? മനോജ് ചെയ്തില്ലേ അത് തന്നെ, പ്രേമം. കവിത, എന്തു പറ്റി കവിത? നിനക്കിത് എന്താ പറ്റിയേ? ആരാ നിന്നോട് ഇങ്ങനെ ചെയ്തേ? അച്ഛാ, നിങ്ങളോ? എന്താ ഇതൊക്കെ? നിങ്ങൾ ഇത്ര നീചനാണോ? ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. നിങ്ങളെ എന്റെ അച്ഛനാന്ന് പറയാൻ പോലും എനിക്ക് നാണക്കേട് തോന്നാ. നീയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എപ്പോ നോക്കിയാലും അച്ഛ അച്ഛന്ന് പറഞ്ഞോണ്ട്. എന്താ അച്ഛന് വികാരങ്ങളൊന്നും ഇല്ലെന്നാണോ? ഇവളോട് ഞാൻ സ്നേഹമല്ല ചോദിച്ചത്, വേറൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ. ഇത് തുറന്നു പറയാൻ എനിക്ക് നാണക്കേടൊന്നുമില്ല. എന്നെ ഉപദേശിക്കാൻ വരണ്ട, അവളെ അയക്കേ. മാറി നിക്കാച്ചാ, തൊട്ടു പോരുത്. അറപ്പ് തോന്നുന്നു എനിക്ക്. എന്നോട് വെറുപ്പാണെന്നോ? എന്നെ കാണുന്നത് തന്നെ നിനക്ക് വെറുപ്പാണെന്നോ? ഈ വീട് ഞാൻ നിനക്ക് വാങ്ങിച്ചു തന്നില്ലേ? അപ്പൊ എന്നോട് വെറുപ്പ് തോന്നിയില്ലേ? നിന്റെ ഡൈവോഴ്സ് ആയ സമയത്ത് നിന്റെ ഒപ്പം നിന്നില്ലേ? അപ്പൊ എന്നോട് വെറുപ്പ് തോന്നിയില്ലേ? നിന്റെ ദുഃഖത്തിലും കഷ്ടത്തിലും കൂടെ നിന്ന് നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്തു.
അപ്പോഴൊന്നും നിനക്ക് വെറുപ്പ് തോന്നിയില്ല. ഇന്ന് അച്ഛൻ കുറച്ച് സ്നേഹം ചോദിച്ചു, അപ്പൊ നിനക്ക് വെറുപ്പ് തോന്നിയല്ലേ? അച്ഛാ, നിങ്ങൾ എന്റെ അച്ഛനല്ലേ? അത് നിങ്ങളുടെ ഉത്തരവാദിത്തമായിരുന്നു. ഒന്നും ആരുടെയും കടമയല്ല. ഒരു സഹായമായിക്കോട്ടെ എന്ന് കരുതി, പോയാ പോട്ടെ എന്ന് കരുതി ചെയ്തതാ. ഇന്ന് അതിനൊക്കെ നന്ദി കാണിക്കാൻ ഒരു പറ്റിയ സാഹചര്യമാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. അത് മനസ്സിലാക്ക്. മിണ്ടി പോരുത് അച്ഛാ, മാറി നിക്കേ, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്ന എനിക്ക് തന്നെ അറിയില്ല. അവളെ ഇങ്ങോട്ട് അയക്കേ. മാറാ, പറഞ്ഞില്ലെന്ന് വേണ്ട, മാറി നിക്കേ. പേടിക്കണ്ട കവിത. കവിത, കവിത, നീ എന്നോട് ക്ഷമിക്കണം. എനിക്കറിയില്ലായിരുന്നു എന്റെ അച്ഛൻ ഇത്ര വൃത്തികെട്ടവനാന്ന്. വിമല, എനിക്ക് ഇനി ഈ വീട്ടിൽ നിൽക്കാൻ കഴിയില്ല. ഞാൻ വേറെ എവിടെയെങ്കിലും വീടെടുത്തോളാം. എനിക്കിപ്പോ ജോലി കിട്ടിയല്ലോ. ഇനി എനിക്ക് ഇവിടെ ഒരിക്കലും കഴിയാൻ പറ്റില്ല. എന്താ ഇത് കവിതേ? നീ എങ്ങോട്ടും പോകരുത്. പോകേണ്ടത് അയാളാ. ഞാൻ നാളെ വൈകിട്ട് തന്നെ അയാളെ നാട്ടിൽ കൊണ്ടാക്കിയിട്ട് വന്നേക്കാം. നീ വിഷമിക്കണ്ട, കരയാതിരിക്ക. കവിത, ഇന്ന് നിന്റെ ജോലിയുടെ ആദ്യത്തെ ദിവസം. ജോലി നന്നായിട്ട് ചെയ്യണം, ശ്രദ്ധിക്കണം കേട്ടോ. മനസ്സിലായല്ലോ? എനിക്കറിയാം ഇന്നലെ സംഭവിച്ചത് മറക്കാൻ നിനക്ക് ബുദ്ധിമുട്ടായിരിക്കും. എന്ത് ചെയ്യും കവിത? നീ എങ്ങനെയെങ്കിലും അത് മറക്കാൻ ശ്രമിക്കും. നീ പേടിക്കണ്ട, ഞാൻ എന്റെ കാര്യം നോക്കിക്കോളാം. ആ പിന്നെ, നീ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ അച്ഛനെയും കൊണ്ട് നാട്ടിലേക്ക് പോയിട്ടുണ്ടാവും. നീ വിഷമിക്കണ്ട കേട്ടോ. ശരി ശരി, സൂക്ഷിക്കണം കേട്ടല്ലോ. നീ നിന്റെ കാര്യം നോക്കണം. നീ എപ്പോഴാ എന്റെ ആഗ്രഹം സാധിച്ചു തരാൻ പോകുന്നേ?
അച്ഛാ